did the right thing, but it didn't turn out that way. It's been heavy and we're starting to break, but I hope you'll be okay. ഗുഡ് മോർണിംഗ്. രാവിലെ അംജൂട്ടൻ എണീറ്റിട്ടില്ല കേട്ടോ. അംജൂട്ടന് വിളിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പോയി വിളിക്കും. അപ്പോൾ അവന് പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മച്ചി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പോയി ഫോൺ എടുത്ത് തേച്ചാ പല്ല് ഇവിടെ ഇവിടെ നിന്ന് തുപ്പ് എങ്കിലും പോയി അതിൽ കയറ് 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 അതാ കയറണോ എന്നാലല്ലേ ശരിക്കും അതിക്ക് പോവും. അവിടെ കിടക്കല്ലേ കുപ്പായിൽ വെള്ളമാവും. ചായ കുടിക്കണേ. സൂപ്പറാണോ? ആണോ? അല്ലേ? അഞ്ചൂട്ടൻ നൈഷറിക്ക് പോവണ്ടേ? നൈഷറിക്ക് അംഗനവാടിക്ക് അത് കേട് വരുത്തല്ല തിന്ന്. ഞാൻ കൊണ്ടുപോയില്ല. ഞാനാ എടുക്കൽ തന്നെ ഇല്ല. കൊറേ ഉണ്ടോ അവിടെ? അത് ക്യാൻഡിയാ? അത് ക്യാൻഡിയാ? ഓനൊന്നെടുത്ത് തൊള്ളേ കിട്ടുന്നു. അഞ്ചൂട്ടും അമ്മച്ചിനെ തല്ലുണ്ട്. ഞാൻ പോവുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പിട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് അപ്പോൾ അഞ്ചൂട്ടനെ വൈറ്റമിൻ എ കൊടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്കണവാടിയിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോയപ്പോൾ തേൻ കുടിക്കാനെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ടാറ്റ കൊണ്ട ബൈ ബൈ ഷിയു. ടാറ്റ കൊണ്ട ടാറ്റ കൊണ്ട. ഓക്കെ. അങ്ങനെ അംജൂട്ടൻ ടാറ്റൊക്കെ പറഞ്ഞ് അംജൂട്ടനെ വൈറ്റമിനൊക്കെ കൊടുത്ത് തിരിച്ചുകൊണ്ട് വന്ന് പിന്നെ നഴ്സറി പോയി മാവിൻ തൈ വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഒരു 5-6 മാവിൻ തൈയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീടിന് ചുറ്റും മാവിൻ തൈ വെക്കാന്നുള്ളൊക്കെ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ അവരിയ്ക്കുന്നത്. അപ്പോൾ മാവിൻ തൈ പെട്ടെന്ന് ഉണ്ടാവുമായിരിക്കും. ബെഡ് ചെയ്ത മാവിൻ തൈയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മുമ്പ് മാവ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഫുള്ള് മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ ഒരു മാങ്ങ പോലും കിട്ടാനില്ല. മേടിക്കണം മാങ്ങ കിട്ടണമെന്നുണ്ടെങ്കിൽ. മാങ്ങൻ്റെ സീസണിൽ മാങ്ങയും ചക്കൻ്റെ സീസണിൽ ചക്കയും അങ്ങനെ എല്ലാ ഫ്രൂട്ട്സുകളും കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇവിടെ നട്ടിട്ടില്ല. ഇത് ഞാൻ കുറേ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാണ്. അഞ്ചൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലാവിഷായി ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അങ്കണവാടിയിൽ പോയി വൈറ്റമിനൊക്കെ കുടിച്ചതിന് ശേഷം
എന്തിനാ ഈ വെളുത്തുള്ളി പിടിച്ചുകൊണ്ടിരിക്കുന്നതാവൂലെ. ഉപ്പ ഒരു മുളക് പൊടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഞാൻ ഉപ്പ പൊടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനല്ല ഉപ്പ തേങ്ങ പൂണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ. തക്കാളി പിന്നെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മാങ്ങയും തേങ്ങാക്കൊത്തും ഒക്കെ ഇടുന്നുണ്ട്. എന്നിട്ടത് നല്ലോണം അതിൽ വയറ്റി എടുത്ത് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തു എന്നല്ലാതെ ഞാനല്ല കേട്ടോ അത് ഉണ്ടാക്കിയത്. ഇത് ഉപ്പയാണ് ഇതിൻ്റെ ഫുൾ ഉത്തരവാദി. അങ്ങനെ എന്താ സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഉള്ളിയൊക്കെ പൊളിച്ചെടുത്തു. വലിയുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, അതിലേക്ക് എന്തൊക്കെയൊക്കെ ഇട്ടിട്ടുണ്ട്. മല്ലിയില, വല്യുള്ളി അങ്ങനെ ഐറ്റംസ്. അപ്പോൾ മല്ലിയിലയും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി മുറുക്കി വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. തേങ്ങ അത് ചൂടുള്ളതാ, ചൂടുള്ള കുഞ്ഞാ. ചൂടുണ്ട്. തണ്ട് നല്ലതാ, നല്ല ടേസ്റ്റാണ് തണ്ടിന്. ഇത് മധുരം ഉണ്ടാവും ചിലപ്പോ. പഞ്ചസാര ഇട്ടോ? അല്ല, ഉള്ളിൽ മധുരമുണ്ട്. അറിയില്ല. ചമ്മന്തി റെഡി. വേണോ ചമ്മന്തി? വേണോ? വേണ്ട. എന്താ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ എന്താ അഞ്ചൂട്ട പറഞ്ഞാ കേക്കാത്ത? മുളകിടാത്ത അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരു മുട്ട റോസ്റ്റ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞ് ബ്രഷ് എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കസേരമ കയറി പിന്നെ പല്ലൊക്കെ തേച്ച് അങ്ങോട്ട് സ്റ്റാർട്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഒരു പക്ഷേ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്ഷീണം പോലെ അല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ അറിയില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ. പിന്നെ അങ്ങോട്ട് റെഡിയാവും പതുക്കെ. ഓഹോ, ക്യാമറ കണ്ടപ്പോൾ ഇങ്ങനെ ഒളിച്ചിരിക്കുക കേട്ടോ. അഞ്ചുട്ടൻ ചായ അല്ല കാപ്പി കുടിക്കുകയാണ്. റസ്ക്കും കാപ്പിയും ഫസ്റ്റ് വെറും വയറ്റിൽ കുടിക്കും കേട്ടോ. പിന്നെയാണ് കടികളൊക്കെ കഴിക്കുക. പത്തിരിയോ പുട്ടോ എന്താ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കുടിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ പള്ളയപ്പവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. കല്യാണത്തിന് പോയി ഫുഡൊക്കെ കഴിച്ച്
കഴിച്ചതിൻ്റെ ശേഷം അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ പ്ലാനറ്റോറിയം വരെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ, ഇന്ന് മൊത്തം മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ അങ്ങനെ ആയിട്ട് നല്ല തണുപ്പിൽ അങ്ങനെ പോയി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാട്ടോ. എനിക്ക് കല്യാണത്തിന് പോയതിന് ശേഷം നല്ല മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് തലവേദന എടുത്തിട്ട് എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലാനറ്റോറിയത്തിലൊക്കെ എത്തി, നല്ല രസമുണ്ടായിരുന്നു. മഴയാണെങ്കിൽ പോലും ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന ഒരു പ്രശ്നമുണ്ട്. പിന്നെ പുറത്തുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ കുട്ടികൾ കളിക്കുന്ന സംഭവങ്ങൾ, അതിലൊന്നും കയറാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയല്ലേ. അപ്പോൾ അതിലൊന്നും അംജൂട്ടിനെ കയറ്റിയൊന്നുമില്ല കേട്ടോ. പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പ്ലാനറ്റോറിയത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ 3D ഷോ ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ടും രണ്ടിനും കൂടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഡാർക്കാണല്ലോ അതിനകത്ത്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് പ്ലാനറ്റോറിയത്തിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് അത്ര രസമായിട്ട് തോന്നണില്ല, എന്താന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് അത്രയും അന്ന് എന്തൊക്കെയോ ഒരു എഫക്റ്റീവ് കൂടുതൽ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തോ എനിക്ക് അത്ര ഒരു ഇത് തോന്നണില്ല. എനിക്ക് മാത്രമാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ടിക്കറ്റ് എടുത്തതല്ലേ എന്ന് വിചാരിച്ച് കണ്ടിരുന്നു, അത്ര തന്നെ. മണിക്കൂറുകൾ കടന്നുപോയ പ്രതീതി അല്ലേ? അവിടേക്ക് നോക്കൂ, സൂര്യൻ മെല്ലെ അസ്തമിക്കുകയാണ്. പതിയെ പതിയെ പ്രകാശം മങ്ങി. പിന്നെ അവിടുന്ന് 3D ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്ലാനറ്റോറിയത്തിന് അകത്തുനിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ 3D ഷോക്ക് കയറി. അത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ, അത് പിന്നെയും കണ്ടിരിക്കുക. ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാനൊക്കെ ഉണ്ടല്ലോ, അവിടെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം ചുറ്റി കണ്ടു. അതൊക്കെ പിന്നെയും കണ്ടിങ്ങനെ നടക്കാം കേട്ടോ, അതൊക്കെ രസമുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ കണ്ണാടി ചില്ല് കുറേ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകട്ടോ ഇത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വന്ന വഴി അറിയാതെ അങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കും, കൊള്ളാം.
അഞ്ചുട്ട് ഒരു കൈ വെക്ക്, ഒരു കൈ ഇങ്ങനെ ഉണ്ടോ? അമ്മച്ചിൻ്റെ കൈ ഉണ്ടോ? അഞ്ചുട്ടൻ്റെ കൈ ഇങ്ങനെ. ഇത് തെമ്മിങ്കലം കേട്ടോ, പാരറ്റ് ഫിഷ്. ഇതൊരു 5 കിലോനൊക്കെ ഉണ്ടാവൂലേ തീരാന ഫ്രൈ ചെയ്യാൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി കേട്ടോ. ഒരു കടപ്പുറത്ത് എങ്ങനെയൊക്കെയാണോ ഉള്ളത്, മത്സ്യം പിടിക്കുന്നവരും കടലും എല്ലാ സംഭവങ്ങളും ഒരു കടൽ തന്നെ കേട്ടോ. അസല് മനുഷ്യനിർമ്മിതമാണെങ്കിൽ പോലും ഇതൊരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അത് ഒറിജിനലായി തോന്നും. കണ്ടോ കടപ്പുറത്ത് ഇരിക്കുന്ന ഉപ്പിലിട്ടതും. അയ്യോ കണ്ടിട്ട് നല്ല രസമായിട്ട് തോന്നി കേട്ടോ. എനിക്ക് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നൂഡിൽസായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. പച്ചക്കറികളൊക്കെ കുറേ നുറുക്കി ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിലിങ്ങനെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നൂഡിൽസും വേവിച്ച് വെച്ച നൂഡിൽസും ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ സ്പെഗതി നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കൂലേ സ്പെഗതി നൂഡിൽസ്, അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സെയിം തന്നെയാണ് ടേസ്റ്റ്. നൂഡിൽസ് വെന്തതിന് ശേഷം ഊറ്റി വെച്ചതിന് ശേഷം ഞാൻ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കണം കേട്ടോ. നിർബന്ധമായിട്ട് എടുക്കണം. കാരണം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അടിയിലൊട്ടി പിടിക്കും. ഇത് ചിക്കൻ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഇട്ടിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചിക്കനാട്ടോ ഇടുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടി. ഇത് ഞാൻ ചിക്കന് കുറച്ച് ഉപ്പും കോൺഫ്ലവറും കുറച്ച് സോയാ സോസും ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറുനാരങ്ങൻ്റെ കഷ്ണം പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉച്ചയ്ക്ക് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജ് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് രാത്രിയാണല്ലോ, അപ്പോൾ അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. പക്ഷേ ഞാൻ എടുത്ത പാത്രം ശരിയായില്ല കേട്ടോ. അടിയിൽ പിടിക്കുന്നൊരു സൈസ് പാത്രമായിരുന്നു. പക്ഷെ നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കണമായിരുന്നു. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേവുമല്ലോ ചിക്കൻ. ബ്രസ്റ്റ് പീസ് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ. എന്നിട്ട് വെന്തതിന് ശേഷം അതെല്ലാവരും സൈഡിലേക്ക് മാറ്റി ആ എണ്ണയിൽ തന്നെ മുട്ട ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. മുട്ട എത്ര വേണമെങ്കിലും ഇഷ്ടമുള്ള അത്ര, നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള അത്ര എടുക്കുക കേട്ടോ. ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയും കൂടെ ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ.
അതിലേക്കിട്ട വെജിറ്റബിൾസ് ഒന്നും നല്ലോണം വഴറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അതിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പച്ച കടിക്കുന്ന കോലത്തിലാണ് വെജിറ്റബിൾസൊക്കെ ഇട്ടത്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു 2-3 മിനിറ്റ് ഞാൻ വഴറ്റിയതിന് ശേഷം നൂഡിൽസ് വേവിച്ച് വെച്ച് നൂഡിൽസ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞ സാധനം എനിക്കൊരു ടാസ്ക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് കൈമാറിയിട്ടോ മിക്സ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അഞ്ചുട്ടാ, ഡോക്ടർ മാമൻ എന്താ പറഞ്ഞേ? പല്ല് തേച്ചില്ലെങ്കിൽ പല്ലുമ്മൽ പുഴു വരും വന്നില്ലേ? എന്നാൽ തേക്ക് പല്ല്. ആദ്യം പിടിച്ച പോലെ പിടിക്കേ കുഞ്ഞേ, ആദ്യം പിടിച്ച പോലെ ബ്രഷ്. അത് കുപ്പ് നല്ലോണം തേക്ക്. നല്ല ഗുഡ് ബോയ് ആണോ വെച്ച് കുഞ്ഞ്? അത് തുപ്പ്. എന്താ അവിടെ പരിപാടി? എന്താ പരിപാടി? മുട്ടായിയോ? അതിലില്ല കുഞ്ഞോ? ഇല്ല. ഇത് ചീച്ചു മുട്ടായിയാ. അത് നല്ലതല്ല. ഇതെന്താ ഇവിടെ നനഞ്ഞണ്?